ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റിംഗ് ഇന്ത്യാസ് ഇംഗ്ലീഷ് ബൈ ശശി തരൂർ. പുള്ളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓതറാണ്, ഡിപ്ലോമാറ്റാണ്, പൊളിറ്റീഷ്യനാണ്, ഒറേറ്ററാണ്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ലാംഗ്വേജ് ഭയങ്കര റിമാർക്കബിൾ ആണ്. ആൻഡ് ഹി ഈസ് അവർ ബിഗ്ഗസ്റ്റ് ടീച്ചർ. ഈ ടെക്സ്റ്റ് അതൊരു ഇൻ്റർവ്യൂ ആണ്. ശശി തരൂരിനെ ഇൻ്റർവ്യൂ ചെയ്യാണ് ഒരു പ്രോമിനൻറ്റ് ചാനൽ, ദ ഇംഗ്ലീഷ് നട്ട് എന്ന് പറഞ്ഞ ചാനൽ. സുമാന്തോ ചതോപതയാണ് ആ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇൻ്റർവ്യൂ ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്, എൻഗേജിങ് ആണ്. അതിൽ ഒരുപാട് വിറ്റുണ്ട്, ലൈഫുണ്ട്, ഡെപ്ത് ഉണ്ട്. തരൂർ പറയുന്നത് നമ്മൾ ഒരുപാട് അങ്ങനെ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് കൊടുക്കണ്ട, അതിൻ്റെ പുറകെ ഓടി ഡിക്ഷണറി മുഴുവൻ ഫോളോ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ് ഉപയോഗിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. MG യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ പേര് റെസനൻസ് എന്നാണ്. ഇതിലെ എല്ലാ ചാപ്റ്ററും സ്കാനറായിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഡോണ്ട് ബി ബോതേർഡ് വിത്ത് ദാറ്റ്. ടെക്സ്റ്റിൻ്റെ ഏറ്റവും അവസാനം എല്ലാത്തിൻ്റെയും ടെക്സ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഗിവിങ് യുവർ ഹെഡ്സ് അപ്പ്. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. Interviewer. In this episode, Dr. Shashi Tharoor, the big daddy of English nuts, is going to help me correct India's English, comment on political English, and weigh in on the Hindi versus English debate. Dr. Tharoor, thank you so much for doing this. അപ്പോൾ ഇൻ്റർവ്യൂവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ശശി തരൂർ ബിഗ് ഡാഡി ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പുള്ളിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇന്ത്യയിൽ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇംഗ്ലീഷ്, പൊളിറ്റിക്സിനെ കുറിച്ച് പുള്ളി എന്ത് പറയുന്നു, അതുപോലെ തന്നെ ഹിന്ദി ആണോ ഇംഗ്ലീഷാണോ ഇന്ത്യൻസ് ഫോളോ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പുള്ളി വന്നേക്കാണെന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ. തരൂർ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് അൺയൂഷ്വൽ ഇൻട്രൊഡക്ഷൻ ഐ ഹവ് ഹാഡ്, ബട്ട് താങ്ക് യു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറയും, ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇൻ്റർവ്യൂവർ, ഐ വോണ്ടഡ് ടു ആസ്ക് യു അബൌട്ട് സംതിങ് വിച്ച് ഇസ് എ പെറ്റ് പീവ് ഓഫ് മൈൻ. പെറ്റ് പീവ് എന്ന് പറയുന്നത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് അർത്ഥം. വിച്ച് ആർ ദ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഗ്രാമർ എറേഴ്സ് ദാറ്റ് ഇന്ത്യൻസ് ടിപ്പിക്കലി മേക്ക്. അതായത് ഇന്ത്യൻസ് പ്രൊനൗൺസിയേഷൻ കുറേ തെറ്റിക്കും, അതുപോലെ തന്നെ ഗ്രാമർ എറേഴ്സ് ഉണ്ടാക്കും. അതൊക്കെ ഏതൊക്കെയാണ്? ഡു യു ഹാവ് certain ones which are your pet peeve and you would like to correct the nation because you are the English teacher to the nation unofficially. അതായത് നിങ്ങളുടെ പെറ്റ് പീവ് എന്താണ്? ശശി തരൂരിൻ്റെ പെറ്റ് പീവ് എന്താണ്? പെറ്റ് പീവ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇറിറ്റേറ്റ്സ് യു. അതുപോലെ തന്നെ നേഷനെ കറക്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? കാരണം നിങ്ങളാണ് അൺഒഫീഷ്യൽ നേഷൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്നാണ് ഇൻ്റർവ്യൂവർ പറയുന്നത്. തരൂർ, നോ, വെൽ ദ പെറ്റ് പീവ്സ് ആർ റിയലി പെഡാൻറ്റിക് വൺസ് വിച്ച് ഐ ഓട്ട് ടു ഔട്ട് ഗ്രോ. അതായത് പുള്ളി പറയുന്നത് പെറ്റ് പീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇറിറ്റേറ്റഡ് ആവുക എന്നുള്ളത്. സോ അത് പെഡാൻറ്റിക് ആണെന്നാണ് പുള്ളി പറയണത്. അതായത് പുള്ളിയുടെ പെറ്റ് പീവ്സ് പെഡാൻറ്റിക് ആണെന്ന്. അതിൻ്റെ അർത്ഥം പുള്ളി വെറുതെ ആവശ്യമില്ലാണ്ട് കോൺഷ്യസ് ആവുക എന്നാണ് പുള്ളി പറയുന്നത്. ബട്ട് ഐ കീപ് കറക്റ്റിംഗ് മൈ സ്റ്റാഫ് ഓൺ 2 വെരി കോമൺ മിസ്റ്റേക്സ്. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആവേണ്ട ഇല്ലാന്ന് ആൾക്കറിയാം, എന്നാലും പുള്ളി കറക്റ്റ് ചെയ്യും. വൺ ഇസ് എ ഹാബിറ്റ് ഓഫ് യൂസിങ് ദ വേർഡ് പ്രസൻറ്റ്ലി. പ്രസൻറ്റ്ലി എന്ന് പറഞ്ഞ വാക്ക് ആൾക്കാർ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് നോട്ട് എൻ ഇന്ത്യൻ പ്രോബ്ലം. ഇതൊരു ഇന്ത്യൻ പ്രശ്നമല്ല, ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോബ്ലം. ഗ്ലോബലായിട്ട് വേൾഡ് മുഴുവൻ ആൾക്കാർ പ്രസൻറ്റ്ലി തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ്ലി ടു മീൻ നൗ, വെറാസ് പ്രസൻറ്റ്ലി മീൻസ് സൂൺ. സോ ഐ വിൽ ബി ദർ പ്രസൻറ്റ്ലി ഈസ് കറക്റ്റ് ഇംഗ്ലീഷ്. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് കറക്റ്റ് ഇംഗ്ലീഷാണ്. ബട്ട് ഐ എം ഡൂയിങ് ദിസ് പ്രസൻറ്റ്ലി എന്ന് പറയുന്നത് മേക്സ് നോ സെൻസ് എന്നാണ് ശശി തരൂർ പറയുന്നത്. ബിക്കോസ് പ്രസൻറ്റ്ലി ഡസ് നോട്ട് മീൻ ഐ എം ഡൂയിങ് ഇറ്റ് നൗ. പ്രസൻറ്റ്ലിയുടെ അർത്ഥം ഞാനത് ഇപ്പം ചെയ്യാന്നല്ല. ഇറ്റ് ഡസ് നോട്ട് മീൻ ഇൻ ദ പ്രസൻറ്റ് ഓർ അറ്റ് ദ പ്രസൻറ്റ് ഓർ അറ്റ് പ്രസൻറ്റ്. സോ ദാറ്റ്സ് വൺ തിങ് ദാറ്റ് ഐ സംടൈംസ് ഗെറ്റ് ഇറിറ്റേറ്റഡ് അബൌട്ട്. സോ വേൾഡ് മുഴുവൻ ഇതേ മിസ്റ്റേക്കാണ് ഉണ്ടാക്കണേ, പക്ഷെ എന്നാലും ശശി തരൂരിന് ഭയങ്കര എന്താ പറയുക, ഇറിറ്റേഷൻ വരും. However, the thing about the English language is, if you use the word wrongly widely enough, that will become an accepted usage. അതായത് എല്ലാവരും തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യണേ, അല്ലെങ്കിൽ തെറ്റായിട്ടാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പടരും. സോ ഐ തിങ്ക് പ്രസൻറ്റ്ലി ഈസ് നൗ ബിക്കമിങ് an accepted usage to mean at present. സോ ഇപ്പോൾ പ്രസൻറ്റ്ലി എല്ലാവരും തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ദോ ദാറ്റ് വാസ് നെവർ ദ കറക്റ്റ് മീനിങ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. പക്ഷെ ഞാൻ ഗ്രോ അപ്പ് ചെയ്തപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ അർത്ഥം. The Americans, by the way, have the similar problem with momentarily. Americans ഇതുപോലെ തന്നെ momentarily എന്ന് പറഞ്ഞ വാക്ക് തെറ്റിപ്പറയും. Because momentarily means for a moment. ഒരു മൊമെൻറ്റിൽ നിന്നാണ്. But the Americans use it to mean in a moment. അവർ in a moment ആയിട്ടാണ് അത് ഉപയോഗിക്കുക. And so you can actually sort of talk about a pilot announcing in an airline that we will be airborne momentarily. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാ. എയറോപ്ലെയിനിൽ പൈലറ്റ് പറയും നമ്മൾ മൊമെൻ്ററിലി ഇപ്പോൾ എയർബോൺ ആവും എന്ന് പറയും.
ബ്രിട്ടീഷ് ആയിട്ടുള്ള ആളാണത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ബോധം കെട്ട് വീഴും എന്നാണ് ശശി തരൂർ പറയുന്നത്. ബിക്കോസ് ഹീ തിങ്സ് ദാറ്റ് മീൻസ് ദ പ്ലെയിൻ ഇസ് ഗോയിങ് ടു ക്രാഷ്, അതായത് പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവാന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ബി ഇൻ ദ എയർ ഫോർ എ മൊമെൻറ്റ്, എയറിൽ ഒരു മൊമെൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. എനിവേ ദാറ്റ്സ് വൺ എക്സാമ്പിൾ. സോ പ്രസൻ്റ്ലി ഈസ് വൺ, ദി അതർ വൺ ഇസ് ഇമ്പോർട്ടൻ്റ്ലി. ഐ ഡോണ്ട് തിങ്ക് ഇമ്പോർട്ടൻറ്റ് നീഡ്സ് എൻ LY. അതായത് ആദ്യം പ്രസൻ്റ്ലിയുടെ പ്രശ്നം, രണ്ടാമത്തത് പുള്ളി പറയുന്നത് ഇമ്പോർട്ടൻ്റ്ലി. ഇമ്പോർട്ടൻ്റ്ലി LY ഉപയോഗിക്കില്ല എന്നാണ് പുള്ളി പറയുന്നത്. ബിക്കോസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഓൾറെഡി ആൻ ആഡ്വേർബ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ആഡ്വേർബ് ആണ്. സോ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ടു സേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഐ ബിലീവ് സച്ച് ആൻഡ് സച്ച്, ഓർ ദർ ഇസ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് ഉപയോഗിക്കണം, ഇമ്പോർട്ടൻ്റ്ലി എന്നല്ല. ഇമ്പോർട്ടൻ്റ്ലി സൂപ്പർഫ്ലൂവസ്, യു നോ, ആൻഡ് ഇറ്റ്സ് എൻ അൺനെസസറി എഡിഷൻ. ഒരു ആവശ്യമില്ലാത്ത LY ആണത്. അഗൈൻ ആസ് ഐ ടോൾഡ് യു, ഐ എം ബീയിങ് എ ബിറ്റ് പെഡാൻറ്റിക്. അപ്പോൾ ആൾ പറയാം, പക്ഷെ ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്, പെഡാൻറ്റിക് ആണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കോൺഷ്യസ് കൂടുതലാണ്. ഇൻ്റർവ്യൂവർ, വാട്ട് അബൌട്ട് വേർഡ്സ് ലൈക്ക് റിവേർട്ട്? റിവേർട്ട് എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തരൂർ, യാ റിവേർട്ട്. ആൻഡ് വാട്ട് ഇസ് ദി അതർ വൺ? യെസ്, ഐ ഷുഡ് റിവേർട്ട് ടു യു. ഇപ്പം എല്ലാവരും കമ്പനികളിലടക്കം പറയുന്നത് അങ്ങനെയാണ്, ഞാൻ റിവേർട്ട് ചെയ്യാം. ആൻഡ് ദി അതർ വൺ ഇസ് പ്ലീസ് intimate me of your intentions or whatever. ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. യെസ്, ദീസ് ആർ ഓൾ വിക്ടോറിയൻ ഇംഗ്ലീഷ് വിച്ച് സ്റ്റക്ക് വിത്ത് അസ്. ഇത് മൊത്തം വിക്ടോറിയൻ ഇംഗ്ലീഷ് ആണെന്നാണ് ശശി തരൂർ പറയുന്നത്. ബട്ട് വിച്ച് ദ ഇംഗ്ലീഷ് സ്റ്റോപ്ഡ് യൂസിങ് ഇൻ ദ സെയിം വേ. അതായത് ഇംഗ്ലീഷുകാർ ഇതൊക്കെ ഉപയോഗിക്കൽ നിർത്തിയിട്ടുണ്ട്, നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു. ഇൻ്റർവ്യൂവർ, ബട്ട് ഐ മീൻ മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിവേർട്ട് ഇസ് ടു ടേൺ ബാക്ക് ഇൻ ടു എ ഫോമർ സ്റ്റേറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂവർ പറയുന്നത് റിവേർട്ട് എന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് തിരിച്ചു പോവാം. ലൈക്ക് ഐസ് റിവേർട്സ് ടു വാട്ടർ വെൻ ഇറ്റ് മെൽസ്. ഐസ് വാട്ടറായി മാറും മെൽറ്റ് ചെയ്യുമ്പോൾ. സോ വെൻ പീപ്പിൾ റൈറ്റ് ടു മീ ദാറ്റ് ഐ വിൽ റിവേർട്ട് ടു യു, ഐ ടെൽ ദം യു കാൻ ടേൺ ഇൻ ടു മീ ഓർ ടേൺ ബാക്ക് ഇൻ ടു മീ. അപ്പോൾ ഇൻ്റർവ്യൂവർ പറയുന്നത് ഞാനും ആൾക്കാരെ തിരുത്താറുണ്ട്, അവർ വെറുതെ ആവശ്യമില്ലാണ്ട് റിവേർട്ട് പറയുമ്പോൾ. തരൂർ, ഗോഡ്, യു ആർ ആസ് മച്ച് ഓഫ് എ പെഡാൻറ്റ് ആസ് ഐ ആം. ഓക്കെ, തരൂർ ചിരിച്ചിട്ട് പറയും, തമാശ പറയും, നിങ്ങളും എന്നെപ്പോലെ തന്നെ ഭയങ്കര പെഡാൻറ്റിക് ആണ്, ഭയങ്കര കോൺഷ്യസ് ആണ്. ഇൻ്റർവ്യൂവർ, ആൻഡ് ദി അതർ വൺ ബിക്കോസ് ഐ എം ഇൻ അഡ്വർടൈസിങ്. അതായത് ഇൻ്റർവ്യൂവർ പറയുന്നത് ഞാൻ അഡ്വർടൈസിങ്ങിലായതുകൊണ്ട് എവറിത്തിങ് ഇസ് അപ് ടു 50% ഓഫ് ആൻഡ് ദ അപ് ടു ഇസ് റിട്ടൺ ആസ് 1 word ഇൻസ്റ്റെഡ് ഓഫ് 2. ഈ അപ് ടു ഒറ്റ വാക്കായിട്ട് എഴുതണേ. സോ ദാറ്റ്സ് അനദർ പെറ്റ് പീവ് ദാറ്റ് ഐ ഹാവ്. അതായത് ഇൻ്റർവ്യൂവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരാറുണ്ട്. ബട്ട് എനിവേ ദിസ് ഇസ് അബൌട്ട് തരൂർ. ആക്ച്വലി ഔട്ട് ഓഫ് ഓൾ ദീസ് ഐ മീൻ റിവേർട്ട് ഇസ് ക്ലിയർലി എ സോർട്ട് ഓഫ് കൺഫ്യൂഷൻ വിത്ത് റെസ്പോണ്ട്. തരൂർ പറയുന്നത് റിവേർട്ട് എന്ന് പറയുന്ന വാക്ക് റെസ്പോണ്ടിന് പകരമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. വെറാസ് അനദർ വെരി കോമൺ വൺ അഗൈൻ, നോട്ട് ജസ്റ്റ് ഇന്ത്യ ബട്ട് എവ്രിവെയർ, ഇസ് കൺഫ്യൂസിങ്, റിലക്റ്റൻറ്റ് ആൻഡ് റെറ്റിസിയൻറ്റ്. ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും. റെറ്റിസിയൻറ്റ് ഓൺലി മീൻസ് റിലക്റ്റൻറ്റ് ടു സ്പീക്ക്. ഇറ്റ് കാൻ ബി യൂസ് ടു മീൻ ജനറലി റിലക്റ്റൻറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമ്മൾ റെറ്റിസിയൻറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ, പക്ഷേ ഇത് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. യു നോ, when I asked him this question, he was reticent, means he was reluctant. ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ റെറ്റിസിയൻ്റ് ആയിരുന്നു. But to say that he was reticent to take 10 steps forward or whatever is wrong, because reticent is only about speaking and reluctant is what people mean, but they confuse the two. റെറ്റിസിയൻ്റ് എന്ന് പറയുന്നത് റിലക്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമുക്ക് റെറ്റിസിയൻ്റ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആൾക്കാരെല്ലായിടത്തും റെറ്റിസിയൻ്റ് കൊണ്ട് വയ്ക്കുക. That's a global problem, not just an Indian problem. ഇതൊരു ഇന്ത്യൻ ഇഷ്യൂ അല്ല, ഗ്ലോബൽ ഇഷ്യൂ ആണ്. But it's very common in India. Interviewer. So there are a few words that I'm going to spell out, and because everybody gets it wrong and I want them to hear the correct. So the first, so this is about pronunciation. അപ്പോൾ ഇൻ്റർവ്യൂവർ പറയും കുറച്ച് വാക്കുകളുണ്ട്, അതൊക്കെ ഞാൻ പറയാം, എല്ലാവരും തെറ്റിക്കുന്ന വാക്കുകളാണ്. So the first word is pronunciation. What is the right and wrong way of saying this word? ഏറ്റവും ആദ്യം pronunciation ആണ് പറയുന്നത്. തരൂർ, pronunciation is correct. Interviewer, and not pronunciation. അങ്ങനെയാണ് മിക്കവരും പറയാം. തരൂർ, it's actually linked to enunciation, which is to speak clearly, and it's not linked to pronoun, which is where the confusion comes from. അപ്പോൾ തരൂർ പറയുന്നത് pronoun ആയിട്ട് pronunciation ഒരു ബന്ധമില്ല. Interviewer, and what about ASTHMA? Tharoor, asthma. Interviewer, so asthma, not asthma? Tharoor, no, exactly. Interviewer, and EPITOME? Tharoor, epitome. Interviewer, epitome and not epitome, and not hyperbole but hyperbole? Tharoor, yes. Interviewer, and just one more word.
Plumber. Tharoor. Plumber. Interviewer. Plumber and not plumber. Tharoor. You know, these are trivial mistakes, my dear English nut. അപ്പോൾ തരൂർ ചിരിച്ചിട്ട് പറയാ ഇതൊക്കെ ഭയങ്കര ചെറിയ കാര്യങ്ങളല്ലേ എന്ന്. ഇന്റർവ്യൂവർ. ബട്ട് ഐ മീൻ ദേ ആർ ദ മോസ്റ്റ് കോമൺ വൺസ്. അപ്പോൾ ഇന്റർവ്യൂവർ പറയാ എല്ലാവരും മിസ്റ്റേക്ക് ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ചോദിച്ചേ. Tharoor. So an English plumber with an English nut to screw a bolt into. Interviewer. What about the VW confusion? What is your take on it? അതായത് വിക്ക് പകരം ഡബ്ല്യു, ഡബ്ല്യുവിന് പകരം വി ഉപയോഗിക്കുന്ന കൺഫ്യൂഷൻ. Tharoor. That's actually partly because in most Indian languages there isn't a difference. Indian languageകളിൽ വിയും ഡബ്ല്യുവും സെയിം ആണ്. And therefore people who got comfortable in Indian languages often find themselves eliding one or the other. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കും. So it is actually so common a mistake that it's most embarrassing to point it out. ഭയങ്കര common mistake ആണ്. But in India, yeah, you might say adverb. Instead of saying adverb, you might say adverb with a W. Interviewer. So I had a teacher who said, bite your V's and kiss your W's. Tharoor. Oh, that's an interesting way of putting it. Tharoor nu bhayangara ishtapettu. Interviewer. Use your upper teeth on your lower lip and say very. And then make the duck face, which is one of the millennial words. അതായത് എങ്ങനെ വെരി എന്ന് പറയണം, എങ്ങനെ W യൂസ് ചെയ്യണമെന്ന് ഒരു ടീച്ചർ പഠിപ്പിച്ചിരുന്നു. Tharoor. Wolf. അപ്പോൾ തരൂർ വേറെ വാക്ക് പറഞ്ഞു കൊടുക്കുക. Wolf. Interviewer. Wolf. Yeah. So that's it. Okay, now I'm going to. അപ്പോൾ ഇന്റർവ്യൂവിന് സന്തോഷമായി, ഒരു വാക്ക് കിട്ടി. Tharoor. Very good. I like that. Bite your V's and kiss your W's. Good. A lesson to teach my grandson one day. തരൂറിന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പോൾ തരൂർ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു. ബൈറ്റ് യുവർ വീസ് കിസ് യുവർ ഡബ്ല്യൂസ്. എൻ്റെ കൊച്ചുമോന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ സാധനം.
are the same thing. അതായത് ഇതുപോലെ തന്നെയുള്ള വാക്കുകളാണ് ഫ്രണ്ട്ലി ഫയറും കൊളാട്രൽ ഡാമേജും. These are euphemisms. To say we screwed up and killed the wrong people on our own side, you call it friendly fire. അതായത് നമ്മൾ തെറ്റി നമ്മൾ തന്നെ ആൾക്കാരെ കൊല്ലുന്നതിനെയാണ് ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുന്നത്. Or you kill civilians when you're trying to bomb military and you say collateral damage. അതായത് സിവിലിയൻസിനെ അറിയാണ്ട് കൊല്ലും, മിലിറ്ററിനെ കൊല്ലണതിന് പകരം. അതിനെയാണ് collateral damage എന്ന് പറയുന്നത്. Such phrases are rightly to be condemned as words that honestly do the English language in many ways a disservice. അതായത് ഇങ്ങനത്തെ പല വാക്കുകൾ വളരെ പേടിപ്പെടുത്തുന്ന വാക്കുകളാണ്, and it is very ethically wrong. But don't forget, there is also double speak and not just double think. And the thing about double speak is that you say one thing and you mean something else. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് inner meaning. And it's again typical of a lot of political discourse. Today we have people talking about post-truth. What is post-truth except a lie? And then there is fake news. അതായത് post-truth എന്ന് പറഞ്ഞാൽ നുണയാണ്. പിന്നെ fake news, അത് നുണയാണ്. Which is of course not news at all. അത് ന്യൂസ് തന്നെയല്ല, കാരണം അത് തെറ്റാണ്. It's again lies, മൊത്തം നുണ. So yeah, language can be used to conceal all sorts of evil things. അതായത് ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ലാംഗ്വേജ് ഉപയോഗിക്കും. And we should not forget that. നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല. Interviewer: is there something that you would like to say about the English language or the way Indians speak English or anything else relating to English or English in India? ഇന്ത്യക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇംഗ്ലീഷിനെ കുറിച്ച്? തരൂർ: I just see that people should lighten up a bit. അതായത് ആൾക്കാർ ഇത്ര സീരിയസ് ആയിട്ട് ഇംഗ്ലീഷിനെ എടുക്കരുത്. I mean, unfortunately, too many people get intimidated by the language. ആൾക്കാർക്ക് ഭയങ്കര വിഷമം, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. Start mugging up the dictionaries. അവർ ഡിക്ഷണറി ഒക്കെ വിഴുങ്ങാൻ തുടങ്ങും, മഗപ്പ് ചെയ്യാൻ തുടങ്ങും. Honestly, that's utterly pointless to my mind. പുള്ളി പറയുന്നത് ഭയങ്കര പോയിന്റ്ലെസ് ആണ്. To my mind, what happens with the language is you use it to communicate. അതായത് പുള്ളി പറയുന്നത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ്. You use it to express ideas. ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനാണ്. You use it to give and gain pleasure. പ്ലെഷർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വായിക്കേണ്ടത്. If all of that is not happening, ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ then you don't need it. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. So to my mind, if you're coming across words in books, അതായത് ചില ബുക്കുകളിൽ വാക്കുകൾ കാണുമ്പോൾ that you don't know, അറിയാത്ത വാക്കുകൾ, read more books. കൂടുതൽ ബുക്കുകൾ വായിക്കുക, അപ്പോൾ മനസ്സിലാവും. You will find out what they mean. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അർത്ഥം. Don't mug up dictionaries. വെറുതെ ആവശ്യമില്ലാണ്ട് ഡിക്ഷണറീസ് മഗപ്പ് ചെയ്യരുത്. Interviewer: thank you so much, Tharoor. Pleasure. Conclusion: ലാംഗ്വേജ് നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്, എൻജോയ്മെൻറ്റിനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് ഗ്രാമർ പ്രോബ്ലംസ് നോക്കിയിരിക്കുകയല്ല. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വേർഡ്സ് ഇൻ ഫാഷൻ എന്താണെന്ന് നോക്കിയിരിക്കുകയല്ല. ജസ്റ്റ് യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡസ് പ്രസൻ്റ്ലി മീൻ? നൗ, അറ്റ് പ്രസൻറ്റ്, ഇൻ ദ മൊമെൻറ്റ്, സൂൺ. Definitely soon. What is the incorrect usage of the word momentarily? For a moment, briefly, presently, in a moment. Definitely in a moment. What is the primary reason for the VW confusion in Indian English according to Tharoor? Lack of proper education, poor teaching methods, complex grammar rules. In Indian languages, there isn't any difference between them. Definitely, in Indian languages, there isn't any difference between them. What does Tharoor identify as a common mistake with the word reticent? Using it as a synonym for reluctant in general, mispronouncing it as reticent, confusing it with resentful, using it to mean reluctant to speak. Definitely, using it to mean reluctant to speak. What does Tharoor recommend as the best way to understand unfamiliar words? Mug up dictionaries, avoid using such words, consult English teachers frequently, read more books. Definitely read more books. ഇനി ഫോണറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസണൻസ് നോക്കാം. മ, ആദ്യത്തെ അക്ഷരം മ. മീറ്റ്, ടോംബ്, കോളും. ന, നൈസ്, സണ്ണി, ബ്രൗൺ. ങ, അതായത് മലയാളത്തിലെ ങ ഉദ്ദേശിക്കുന്നത് ങ. തിങ്ക്, സിങ്. ല, ലിസ്റ്റ്, ബെലോ, ഫീൽ. ഫ, 50, telephone, enough. V, vast, nephew, love. T, think, other, path. D, their, father, breathe. S, city, missing, bus. Z, zoo, dazzle, news. Sh,
ship, machine, fish. Genre, pleasure, garage. Hot, behave. Red, sorrow, car. Wise, away. Yes, player. ഈ യ എന്ന് പറയുന്ന അക്ഷരം ജെ പോലെ ഇരിക്കും, പക്ഷേ പ്രൊനൗൺസിയേഷൻ യ എന്നാണ്. കോൺസണൻസ് ബാക്കിയുള്ള ഫോണറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയർ ആണ്. ഫോണറ്റിക്സ് ബേസിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്സ് ആണ്. ഒരിക്കൽ പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കില്ല, എത്ര വർഷം കഴിഞ്ഞാലും. അതുപോലെ തന്നെ നോക്കേണ്ട കാര്യം, ഗസ് വർക്ക് ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കരുത്. ഒരു മാർക്കും കിട്ടില്ല. രണ്ട് എക്സ്ട്രീംസിലാണ് നിൽക്കുന്നത്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.